4 പാടും 8ന്റെ പണി കിട്ടിയിരിക്കുന്ന CPM വമ്പൻ സ്ഥാനാർത്ഥി പട്ടികയുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ കേരളം ഇപ്പോൾ കേട്ട ചോദ്യങ്ങൾക്ക്, പ്രതിപക്ഷവും മാധ്യമങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി CPMും പുതിയ സ്ഥാനാർത്ഥികളും നൽകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കനൽ തരികൊണ്ട് CPMന് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇത്തവണ ആ ഒരു കനലെങ്കിലും കാണുമോ എന്ന ആശങ്ക CPMന്റെ ചോദ്യമായി മാറിയപ്പോഴാണ് വമ്പൻ സ്ഥാനാർത്ഥി പട്ടികയുമായി ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ എന്തായിരിക്കും CPMന് കിട്ടുന്ന ഉത്തരം? ശൈലജ ടീച്ചറെ ബലിയാടാക്കാനാണോ പിണറായി പക്ഷം ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് പുതിയ ചോദ്യങ്ങൾ. ഒന്നുകിൽ തോൽപ്പിച്ചില്ലാതാക്കും, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും കെട്ടിക്കും. KK ശൈലജ ടീച്ചറെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും മത്സരിപ്പിക്കുക വഴി കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഇല്ലാതാക്കുകയാണ് പിണറായി പക്ഷത്തിന്റെ ലക്ഷ്യമെന്നുള്ള റിപ്പോർട്ടുകളും ചർച്ചയായിരിക്കുകയാണ്. CPMൽ ഇന്നുള്ള ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളായ KK ശൈലജയെ പിണറായിക്ക് ഭയമാണോ എന്ന ചോദ്യങ്ങൾ മുൻപും ഉയർന്നു വന്നിരുന്നു. ശൈലജയെ ആരോഗ്യമന്ത്രി പദവിയിൽ നിന്നും നീക്കം ചെയ്തതിന് പിന്നിലും അവരുടെ വർദ്ധിച്ചുവന്ന ജനപ്രീതിയാണെന്നും ആരോപണമുണ്ടായിരുന്നു. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധത്തെ തുടർന്ന് മുഖം നഷ്ടപ്പെട്ട വടകരയിലേക്ക് തന്നെ KK ശൈലജയെ ഇറക്കുന്നതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. K മുരളീധരനെതിരെ ശൈലജ ടീച്ചറെ ബലിയാടാക്കുകയാണ് ലക്ഷ്യം. എന്തായാലും കേരള രാഷ്ട്രീയം കണ്ട് ടീച്ചർ പനിക്കേണ്ട എന്ന സന്ദേശം തന്നെയാണ് പിണറായിക്ക് മേൽക്കൈയുള്ള CPM നൽകുന്നത് എന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ. ഇനി സ്വന്തം മിടുക്കിലെങ്ങാനും ജയിച്ചു വന്നാൽ തന്നെ അവരുടെ സേവനം കേരളത്തിന് പുറത്തായി ചുരുങ്ങും എന്നുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾ അംഗീകരിച്ചുവെന്നും BJP കേരളത്തിൽ 10ലേറെ സീറ്റ് നേടുമെന്നുള്ള നിലപാടുമായി നിരവധി പേർ രംഗത്ത് വരികയാണ്. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. തെക്കേ ഇന്ത്യയിൽ അക്കൗണ്ട് തുറക്കാൻ അനുകൂല സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും പ്രമോദ് സാവന്ത് വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ BJP 10ലേറെ സീറ്റ് നേടുമെന്നാണ് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പറഞ്ഞത്. BJPക്ക് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞതോടെ തെക്കേ ഇന്ത്യയിൽ സാഹചര്യങ്ങൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായി. തെക്കേ ഇന്ത്യയിൽ അക്കൗണ്ട് തുറക്കാൻ അനുകൂല സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾ അംഗീകരിച്ചു. വികസിത സങ്കല്പയാത്ര ജനങ്ങളിലേക്ക് എത്തി. നരേന്ദ്രമോദി സർക്കാരിന്റെ വിവിധങ്ങളായ ജനോപകാര പദ്ധതികളെക്കുറിച്ച് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. അതിനാൽ ഇത്തവണ കേരളത്തിൽ 10ലേറെ സീറ്റ് BJP നേടുമെന്നാണ് ഗോവ മുഖ്യമന്ത്രി പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിലെ 4 ജില്ലകളുടെ ചുമതലയാണ് BJP പ്രമോദ് സാവന്തിന് നൽകിയിട്ടുള്ളത്. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളുടെ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. ഏതായാലും UDF ക്യാമ്പും NDA ക്യാമ്പും LDF ക്യാമ്പും രണ്ടും കൽപ്പിച്ച് തന്നെ രംഗത്തുണ്ട്. ഇതിനിടയിലാണ് LDF പുതിയ സ്ഥാനാർത്ഥി പട്ടിക ഒരു മുഴ മുൻപേ ഇറക്കി രംഗത്ത് വന്ന് കളം പിടിക്കാമെന്ന് കണക്ക് കൂട്ടുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം, മന്ത്രിയടക്കം 4 MLAമാർ, 3 ജില്ലാ സെക്രട്ടറിമാർ, അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് CPM അന്തിമ രൂപം നൽകി. 15 സീറ്റുകളിലാണ് പാർട്ടി മത്സരിക്കുന്നത്. പട്ടികയിലേറെയും ജനസ്വാധീനമുള്ള മുതിർന്ന നേതാക്കളാണ്. പരമാവധി സീറ്റുകളിൽ ജയിക്കുകയാണ് ലക്ഷ്യം. 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്. മലപ്പുറം, പൊന്നാനി എന്നിവിടങ്ങളിൽ പുതുമുഖങ്ങളാണ്. എറണാകുളത്തും വടകരയിലും വനിതകൾ. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് മുൻ നേതാവ് KS ഹംസയാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗങ്ങൾ പട്ടിക അംഗീകരിച്ചു. കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത ശേഷം PB അനുമതിയോടെ 27-ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി പട്ടിക ഇങ്ങനെയാണ്: ആറ്റിങ്ങൽ V. ജോയ് MLA, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി; കൊല്ലത്ത് M. മുകേഷ് MLA; പത്തനംതിട്ട TM തോമസ് ഐസക്, മുൻ മന്ത്രി, കേന്ദ്ര കമ്മിറ്റി അംഗം; ആലപ്പുഴ AM ആരിഫ്, സിറ്റിംഗ് MP; എറണാകുളം KJ ഷൈൻ, പുതുമുഖം, പറവൂർ നഗരസഭാ കൗൺസിലർ, KSTA നേതാവ്; ചാലക്കുടി C. രവീന്ദ്രനാഥ്, മുൻ മന്ത്രി; ആലത്തൂർ K. രാധാകൃഷ്ണൻ, മന്ത്രി, കേന്ദ്ര കമ്മിറ്റി അംഗം; മലപ്പുറത്ത് V. വസീഫ്, പുതുമുഖം, DYFI സംസ്ഥാന പ്രസിഡന്റ്; പൊന്നാനിയിൽ KS ഹംസ, പുതുമുഖം, ലീഗ് മുൻ നേതാവ്; കോഴിക്കോട് എളമരം കരീം, മുൻ മന്ത്രി, രാജ്യസഭാംഗം, കേന്ദ്ര കമ്മിറ്റി അംഗം; വടകരയിൽ KK ശൈലജ MLA, മുൻ മന്ത്രി, കേന്ദ്ര കമ്മിറ്റി അംഗം; പാലക്കാട് A. വിജയരാഘവൻ, പോളിറ്റ് ബ്യൂറോ അംഗം; കണ്ണൂർ MV ജയരാജൻ, ജില്ലാ സെക്രട്ടറി; കാസർഗോഡ് MV ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി; ഇടുക്കി ജോയ്സ് ജോർജ്, മുൻ MP. ഏതായാലും സ്ഥാനാർത്ഥി പട്ടികയുമായി CPM കളം പിടിച്ചു കഴിഞ്ഞു. ജനപ്രീതിയുള്ളവർക്കാണ് ആദ്യ പരിഗണന നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പുതിയ തന്ത്രങ്ങളുമായി CPM ഇറങ്ങുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ CPMന് മുന്നിലുണ്ട് എന്നുള്ളത്